ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജാക്ക് F4 മെഷീനിൽ എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് കാണിക്കാനാണ്. എൻ്റെ മെഷീൻ ജാക്ക് F4 ആണ്. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഇപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കാണിക്കാനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഓയിൽ, ടെൽക്കോയുടെ ഓയിലാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, സീവിങ് മെഷീൻ ഓയിലാണ്. ഇത് ജാക്കിലും ഉഷയിലും എല്ലാ മെഷീനിലും, സിംഗർ എല്ലാ മെഷീനിലും നമുക്ക് ഈ ഓയിൽ ചേഞ്ച് ചെയ്യാം. ഓയിൽ ഇച്ചിരിയേ ഉള്ളൂ, എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് മെഷീൻ്റെ കോലമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഈ മെഷീൻ്റെ അടിയിലോട്ടാണ് ഓയിൽ ഒഴിക്കേണ്ടത്. അതിനായിട്ടൊരു ഇതുണ്ട്, ഒരു ക്യാൻ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിലാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ നേരത്തെ ഒഴിച്ച ഓയിൽ അതിലുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഇതെല്ലാം, ഈ നൂലെല്ലാം മാറ്റിയിട്ടാണ് അത് ചെയ്യേണ്ടത്. ആ ഒരു സംഭവം കണ്ടില്ല, അതിലാണ് ഈ മെഷീൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ കൈവച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോൾ അത് മേലോട്ട് വരും. അപ്പോൾ അത് മേലോട്ടൊന്ന് അതിലൊന്ന് മറ്റേ സാധനം ഇല്ല, അതിൽ കാണുന്ന പോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ മെഷീനിൽ കൈ എടുക്കുമ്പോൾ അത് കറക്റ്റ്, നല്ല വെയിറ്റാണ്, കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. എന്നതിന് ശേഷം നമ്മൾ ഇത് നോക്കുമ്പം അറിയാൻ പറ്റും ഒരുപാട് ദിവസമായി ഈ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട്. ഒരുപാട് ദിവസമല്ല, മാസങ്ങൾ തന്നെ ആയി. അപ്പോൾ നമ്മൾ തയ്ച്ച നൂലും അങ്ങനെ ചെറിയ ചെറിയ വേസ്റ്റ്, സ്റ്റോണിൻ്റെ കുറേ വേസ്റ്റ്, സീക്വൻസ്, നമ്മൾ തയ്ക്കുന്ന എല്ലാ വേസ്റ്റ് അവിടെയായിട്ട് ഒട്ടിയിരിക്കും. അപ്പം നമ്മൾ ഈ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. ഈ നമ്മൾ ഓയിൽ യൂസ് ചെയ്യണ അനുസരിച്ചാണ്, ഓയിൽ വൈറ്റ് കളറാണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യണ അനുസരിച്ച് ഓയിലിൻ്റെ കളറ് ചേഞ്ചായി ഒരു ഗോൾഡൻ കളറോ ഇതുപോലെ കാണിക്കും. അപ്പോൾ ഇനി ഈ ഓയിലെല്ലാം മാറ്റണം. ഈ ഓയിൽ വരുന്നത്, ഇതെല്ലാം മാറ്റേണ്ടതെന്ന് പറയുമ്പോൾ ഈ സ്ക്രൂ ഇരിക്കുന്നുണ്ടോ, അവിടെ അങ്ങ് അറ്റത്തായിട്ടൊരു വലിയൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവിലൂടെയാണ് ഓയിൽ വരുന്നത്. ഈ ഓയിൽ ശേഖരിക്കാനാണ് ഞാൻ അവിടെ ഒരു പാത്രം വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വലിയ, ഇപ്പോൾ കാണിക്കുന്നില്ല, ആ വലിയ സ്ക്രൂ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഊരിയെടുക്കണം. ഊരിയെടുത്തതിന് ശേഷം ആ ഒരു ഹോളിലൂടെ എല്ലാ ഓയിലും താഴോട്ട് വീഴും ആ പാത്രത്തിൽ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഊരിയെടുക്കുമ്പോൾ ആ സ്ക്രൂ നമുക്ക് മേളിലോട്ട് ഇങ്ങനെ വരും. പിന്നെ നമുക്കത് കൈകൊണ്ട് അത് മാറ്റി, അല്ലെങ്കിൽ ആ സ്ക്രൂ വെച്ച് തന്നെ മാറ്റി നമുക്ക് എടുത്തിട്ട് ഓയിൽ ആ ഹോൾ വഴി താഴോട്ട് പോകും. ഇത് കണ്ടില്ലേ, ഇതുപോലെ ആ പാത്രത്തിൽ താഴോട്ട് ആ ഓയിലെല്ലാം വരും. Make it alive, do it again, yeah. പിന്നെ അതിനുശേഷം ഈ ഒരു തുണി എടുത്തിട്ട്, കോട്ടൺ തുണിയോ ഏതെങ്കിലും, ഞാൻ തയ്ച്ചിട്ടുള്ളൊരു വേസ്റ്റ് തുണിയാണ് ഞാൻ എടുത്തത്, സ്ക്രൂ മാറ്റി വെച്ചിട്ട് നമുക്കൊരു തുണിയെടുത്ത് നമുക്കതെല്ലാം ഇനി തുടച്ച് ക്ലീൻ ആക്കണം. എല്ലാ സീക്വൻസും എല്ലാ വേസ്റ്റും നമുക്കതെല്ലാം മാറ്റിയിട്ട് എല്ലാം തുടച്ച് നല്ല നീറ്റാക്കിയിട്ട് നമുക്കിനി അടുത്ത ഓയിൽ ഒഴിക്കണം. അപ്പോൾ എല്ലാം നമ്മൾ വൃത്തിയാക്കണം. ഇതിൻ്റെ കളർ ഇനി മാറത്തില്ല, കാരണം എൻ്റെ മെഷീൻ എടുത്തിട്ട് തന്നെ ഇപ്പോൾ ഒരു 5 വർഷം ആവും. അപ്പോൾ അതിൻ്റെ ഒരിത് ഈ മെഷീനിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു കംപ്ലൈൻറ്റോ ഒരു കാര്യമോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ചിങ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ഈ ഒരു കളർ ചേഞ്ച് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കും തോറും അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. മാറ്റാതാവുമ്പോഴാണ് ഇങ്ങനെ കളറിങ്ങനെ ഒട്ടി അങ്ങനെ അതിൽ അങ്ങ് ആയിപ്പോണത്. അപ്പോൾ നമ്മൾ ഒരു കളർ ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓയിൽ മാറ്റണം. പിന്നെ എനിക്ക് തിരക്കായതുകൊണ്ടും കുറേ വർക്ക് വരണതുകൊണ്ടും അത് മാറ്റാൻ വേണ്ടി മടിക്കും. പിന്നെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യത്തില്ല. ആദ്യം സ്റ്റിച്ച് ചെയ്യണതിൽ ഓയിൽ ഹൈ ആവുകയാണെങ്കിൽ അതിൽ ലോയും ഹൈയും ഉണ്ട്. ഹൈ ആവുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് സ്പീഡ് അനുസരിച്ച് നമ്മുടെ തുണിയിലൊക്കെ ആ ഒരു ഓയിലാവും. അപ്പം നമുക്കിതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം കാണിക്കാം, അതാണ് നല്ലത്.
അപ്പോൾ ഇതാണ് വൃത്തിയാക്കിയതിന് ശേഷമുള്ള എൻ്റെ മിഷ്യൻ്റെ അവസ്ഥ. എന്തായാലും നേരത്തേക്കാണ് ഈ മെച്ചമുണ്ട്. നന്നായിട്ട് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹൈ ലോയിൽ. നമ്മൾ ഈ ഓയിൽ ഒഴിക്കേണ്ടത് ഹൈയുടെയും ലോയുടെയും നടുക്ക് സെൻറ്ററിലായിട്ട് വരുന്ന ഒരു ഭാഗത്താണ്. ഹൈ ആയാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ തയ്ക്കുന്ന മെറ്റീരിയലിൽ മൊത്തം ആവും. എന്ന് വെച്ചാൽ ലോ ആയാൽ പിന്നെ അത് മൊത്തത്തിൽ അത് മെഷീനിൽ ഓയിൽ വരാൻ വേണ്ടിയിട്ട് താമസിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അങ്ങനെ വരാം. കാരണം ലോ ആവാനും പാടില്ല, ഒരുപാട് ഹൈ ആവാനും പാടില്ല. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ ഇത് മാറ്റി വെച്ചിരിക്കാനുള്ള കാരണം സ്ക്രൂ ഇടാൻ മറന്നത്. നിങ്ങളങ്ങനെ മറക്കരുത്. സ്ക്രൂ ആദ്യം ഇടണം. സ്ക്രൂ ഇട്ടതിന് ശേഷം മാത്രമേ ഓയിൽ ഒഴിക്കാവൂ. അല്ലെങ്കിൽ ഈ ഓയിൽ ആ ഹോളിലൂടെ വീണ്ടും താഴോട്ടല്ലേ പോകണത്. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ഞാൻ ആ ഒരു സ്ക്രൂ ഇടാൻ മറന്നുപോയി. അതാണ് പ്രശ്നം. അപ്പം ഞാൻ അത് ഇട്ടിട്ടിരിക്കുകയാണ്, ആ സ്ക്രൂ. അപ്പം നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റാക്കി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. പിന്നെ നമുക്കൊന്നും കൂടെ ഓയിലൊഴിക്കാം. ഓയിലൊഴിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഹൈയും ലോയുടെയും സെൻറ്ററിലായിട്ട് വേണം നമുക്ക് ഓയിൽ വരാൻ വേണ്ടിയിട്ട്. എൻ്റെ ഓയിൽ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും തികയുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം, ഇനി വാങ്ങേണ്ടി വരുമെന്ന് തോന്നണം. അപ്പോൾ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഓയിൽ ഒഴിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഹൈയും ലോയുടെയും സെൻറ്ററിലായിട്ട്. അവിടെ ഒരു മാർക്ക് പോലെ ഉണ്ട്. ഞാൻ ഒഴിക്കുന്ന ആ ഓയിലിൻ്റെ ഒരു ഇതാണ് അവിടെ കിടക്കുന്നത്. അതിൻ്റെ ആ ഒരു ഇതിൽ വേണം നിങ്ങൾ ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മിഷ്യൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് നമുക്ക് വരും. കാരണം ആ ഒരു ഓയിൽ കറക്റ്റായി ലെവലിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മെഷീൻ്റെ അകത്തോട്ട് ഓയിലെല്ലാം പോയി നമുക്ക് മെഷീൻ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ വരത്തുള്ളൂ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഏതെങ്കിലും മോഡൽ വേണമെന്നുണ്ടെങ്കിൽ, സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതാണ് എൻ്റെ കോൺടാക്റ്റ് നമ്പർ. ഏത് മോഡലും, ബ്രൈഡൽ വർക്കായിരുന്നാലും ഏത് മോഡലായിരുന്നാലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.